ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 2-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1299 മേടമാസം 19-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 12-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:09 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി നവമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം, അതായത് ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 1:50 അതായത് വ്യാഴാഴ്ച 1:50 AM എന്ന സമയത്താണ് അവിട്ട നക്ഷത്രം ആരംഭിക്കുന്നത്. അവിട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം, അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 8 ഈ നക്ഷത്രം അവസാനിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണി കഴിഞ്ഞുള്ള 8 അവിട്ട നക്ഷത്രം അവസാനിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കുറിലുമാണ്. അപ്പോൾ അതിൻ്റെ സമയം കൂടി എടുത്തു പറഞ്ഞു തരാം. നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച 1:50 AM ആണ്. അപ്പോൾ 2 പാദം തീരുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:04 അറിഞ്ഞുകൊള്ളുക. 2 പാദം തീരുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:04 അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഔട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഔട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഔട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം. ഔട്ട നക്ഷത്രത്തിൻ്റെ ദേവത വസുക്കളാണ്. അതുപോലെ തന്നെ ഭൂതം ആകാശമാണ്, പക്ഷി മയിലാണ്, വൃക്ഷം അഗ്നിയാണ്, ചൊവ്വ ദിശയിലാണ് എല്ലാ നക്ഷത്ര ജാതകരുടെയും ജനനം. അതായത് എല്ലാ ഔട്ട നക്ഷത്ര ജാതകരുടെയും ജനനം ചൊവ്വ ദിശയിലാണ്. ഔട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ചൊവ്വ ദശാകാലമാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട ഔട്ട നക്ഷത്ര ജാതകരുടെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് അറിയുവാൻ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന വിധത്തിൽ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ഔട്ട നക്ഷത്രത്തിൽ ജനിച്ചു. ആദ്യത്തെ ദശാകാലം 7 വർഷമാണ്. എന്നാൽ ആ കുട്ടിക്ക് 5 വർഷമേ കിട്ടിയുള്ളൂ. ജനന സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, അതായത് ഔട്ട നക്ഷത്രത്തിൽ ആ കുട്ടി ജനിച്ചതിന് ശേഷം ഔട്ട നക്ഷത്രം ഇത്ര നാഴി ഇത്ര വിനാഴിക മിച്ചം വന്നു. അതുപ്രകാരം ആ കുട്ടിക്ക് 5 വർഷം കിട്ടി. അതായത് 5 വയസ്സ് വരെ ചൊവ്വ ദശാകാലമാണ്. ഔട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ദശാകാലം മോശമാണ്. കാരണം ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആപത്തോ അനർത്ഥങ്ങളോ ഒക്കെ വന്നു ചേരാം. 5 വയസ്സ് വരെ ബാലാഷ്ടകളും അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. 5 വയസ്സ് കഴിഞ്ഞാൽ, അതായത് 5 വർഷം ചൊവ്വയുടെ ദശാകാലമാണെന്നിരിക്കട്ടെ, 5 വയസ്സ് വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം 18 വർഷമാണ് രാഹു ദശാകാലം. അപ്പോൾ 23 വയസ്സ് വരെ രാഹു ദശാകാലമായിരിക്കും. അപ്പോൾ ഒരു 20, 21, 22 വയസ്സൊക്കെ ഈ കുട്ടിക്ക്, 18 വയസ്സ് മുതലേ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയായാലും അവരുടെ വിദ്യാഭ്യാസമൊക്കെ ഈ സമയത്ത് മുടങ്ങി പോകാൻ സാധ്യതയുള്ള സമയമാണ്. രാഹു അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസമൊക്കെ മുടങ്ങും. അവർക്ക് വിദ്യയിൽ കൂടി ഒരു ഉന്നതി ഉണ്ടാകത്തില്ല. രാഹു അനിഷ്ടസ്ഥാന സ്ഥിതി ഒന്നുമില്ലാത്തവരാണെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസപരമായി മുന്നേറി പിന്നെ ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉദ്യോഗമൊക്കെ അവർക്ക് ലഭിക്കുകയുള്ളൂ. കൂടുതൽ ആൾക്കാർക്കും രാഹു അനിഷ്ടസ്ഥാന സ്ഥിതി ആയതുകൊണ്ട് ഔട്ട നക്ഷത്ര ജാതക ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടാൻ വളരെ കുറവാണ്. അങ്ങനെ രാഹു തടസ്സം നിൽക്കാത്തവർ മാത്രമേ ഉന്നതമായ വിദ്യാഭ്യാസം നേടി ഉന്നതമായ തൊഴിൽ സാഹചര്യവുമൊക്കെ ആയിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 23 വയസ്സുകൊണ്ട് രാഹു ദശാകാലം കഴിയും. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഔട്ട നക്ഷത്രത്തിൽ ജനിച്ചൊരു കുട്ടിയുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ, ആ കുട്ടിക്ക് വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സമോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ, അതിന് പഠിക്കാനുള്ള മടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള തടസ്സമുണ്ടെങ്കിൽ ഒക്കെ മനസ്സിലാക്കണം. രാഹു ദോഷം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള പ്രശ്ന പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ 23 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലമാണ്. അപ്പോൾ 23, 6, 29, 10, 39 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ഈ വ്യാഴദശാകാലം ശോഭനമായ കാലമായിരിക്കും.
അതൊക്കെ വ്യാഴമെന്ന ഗ്രഹം ജനിച്ച സമയത്ത് ഏത് സ്ഥാനത്ത് നിൽക്കുന്നുവോ അത് പ്രകാരമായിരിക്കും നേട്ടമാണോ കോട്ടമാണോ എന്നുള്ളത് അറിയാൻ പറ്റുക. അപ്പോൾ ഏകദേശം വ്യാഴത്തിൻ്റെ ദശാകാലം അനുകൂലമായിരിക്കുമെന്ന് എല്ലാവരും കരുതുക. അപ്പോൾ അങ്ങനെ നേട്ടമൊന്നും വരാതിരിക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കുക, ദശാകാലം ഗുണകരമല്ല. അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ 23, 6, 29 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശനി ദശാകാലമാണ്. 58 വയസ്സ് വരെ ശനി ദശാകാലമാണ്. അപ്പോൾ ഈ ശനിയുടെ ദശാകാലവും അനുകൂലമായ സമയമാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ സമയം ശോഭനമായ കാലമാണെങ്കിൽ ശനി നല്ല ഫലത്തെ കൊടുക്കുന്നു. കഷ്ടതയും പ്രയാസവും പ്രതിസന്ധിയൊക്കെ ആണെങ്കിൽ ശനി മോശം സമയത്തെയാണ് കൊടുക്കുന്ന, ദശാകാലം മോശമാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ 58 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 75 വയസ്സ് വരെ ബുധൻ്റെ ദശാകാലമാണ്. അപ്പോൾ പ്രായമായ സമയമാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുവിൻ്റെ ദശാകാലം 82, 20 വർഷം ശുക്രൻ്റെ ദശാകാലം 102, അതിനുശേഷം 6 വർഷം 102, 6 വർഷം സൂര്യൻ്റെ ദശാകാലം 108, പിന്നെ 10 വർഷം ചന്ദ്രൻ്റെ ദശാകാലം 118. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദശാകാലമൊക്കെ നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കി അതിൻ്റേതായ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ഔട്ട നക്ഷത്ര ജാതകർ ജീവിതത്തിൽ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇത് കേട്ട പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുമല്ലോ. കയ്യിൽ ഗ്രഹനിലയുള്ളവർക്കാണെങ്കിൽ ആ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട്. അതുപ്രകാരം തൊട്ടടുത്ത ദശാകാലം കൂട്ടി നോക്കിയാൽ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നറിയാം. ഗുണകരമല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങളെടുത്ത് ദശാകാലത്ത് ആരുടെ അപഹാരമാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി അതിനുള്ള പരിഹാരമൊക്കെ ചെയ്താൽ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഔട്ട നക്ഷത്ര ജാതകരായിട്ടുള്ളവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുവാൻ അവർ സമർത്ഥരാണെന്നാണ് പറയുന്നത്. അവർക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് പറയുന്നു. എന്നാൽ ചിലർക്കൊക്കെ വളരെ മോശമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അല്പം അഹങ്കാരമുള്ളവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ചിലരെ സംബന്ധിച്ചോളം ജ്യോതിഷം പറയുന്നത് ഒട്ടും തന്നെ അഹങ്കാരമില്ല എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിവുള്ളവരാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വന്നു ചേരുന്നത് ജനന സമയത്തെ പ്രത്യേകതകൾ കൊണ്ടാണെന്നുള്ളത്. ചിലർക്ക് അഹങ്കാരം, ചിലർക്ക് അഹങ്കാരം ഇല്ലായ്മ, ഇതൊക്കെ ജനന സമയത്തെ പ്രത്യേകതകൾ കൊണ്ടാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഔട്ട നക്ഷത്ര സ്ത്രീകൾ സൗന്ദര്യം, സുഖം, ഈശ്വരവിശ്വാസം, വൈരാഗ്യ ബുദ്ധി, എന്ത് ജോലിയും ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ക്ഷിപ്രകോപികളാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ഔട്ട നക്ഷത്ര ജാതകർ. കാരണം ചൊവ്വയുടെ സ്വാധീനമുള്ളവരായതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ നക്ഷത്ര ദിവസം ഔട്ട നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുമെന്നാണ് ചിന്തിക്കുന്നത്. ഔട്ട നക്ഷത്ര ജാതകരുടെ സ്വഭാവം വെച്ചല്ല നമ്മൾ നോക്കുന്നത്, ഔട്ട നക്ഷത്രം വെച്ചാണ് നോക്കുന്നത്. ഔട്ട നക്ഷത്രം നാളത്തെ ദിവസം വന്നു ചേരുന്നു. അതുപ്രകാരം ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് ഗുണകരമായ ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നാളത്തെ ദിവസം രോഹിണി, മകീരം, തൃക്കേട്ട, പൂരാടം, ചിത്തിര, ചോതി, തിരുവോണം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്കും അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. രോഹിണി, മകീരം, തൃക്കേട്ട, പൂരാടം, ചിത്തിര, ചോതി, തിരുവോണം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മൂലം, ഉത്രാടം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാർക്കാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് മൂലം, ഉത്രാടം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിന്തിക്കുന്നത് നാളത്തെ നക്ഷത്ര ദിവസം ഔട്ട നക്ഷത്ര ദിവസമാണ്, വ്യാഴാഴ്ച ദിവസമാണ്. നാളെ പകൽ സമയത്തെ ശുഭസമയമാണ് എടുത്തു പറയുന്നത്. വ്യാഴാഴ്ച രാവിലെ 6:09 മുതൽ 9:09 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 10:39 മുതൽ 1:39 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ ശുഭസമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. 10:39 മുതൽ 1:39 വരെ ശുഭസമയമാണ്.
അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. രാവിലെ 6 മണി 9 മിനിറ്റ് മുതൽ 9 മണി 9 മിനിറ്റ് വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയവും നോക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തെടുക്കുക. ജീവിത വിജയം നേടുക. അങ്ങനെയാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 2 ഏതൊരു മാസം 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നത്. അപ്രകാരം 2 വരുന്നവർക്ക് നാളത്തെ ദിവസം മധ്യമമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മധ്യമമായ ഫലങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. അപ്പോൾ നല്ല അനുഭവങ്ങൾ വന്നു ചേരാനുള്ള കാര്യവും ജ്യോതിഷം പറയുന്നുണ്ട്. നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നാൽ, അതായത് നാളത്തെ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. 2 എന്ന് പറയുന്ന സംഖ്യയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നാളത്തെ ദിവസം പച്ച നിറം, വെള്ള നിറം, പച്ച, വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് പറയുന്നു. മാത്രമല്ല പേരിൽ BKR എന്നീ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർക്ക് നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ടതായ ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ 2 ജന്മസംഖ്യയായി വരുന്നവർക്കും പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുള്ളവർക്കൊക്കെ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ലൊരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നിർഭാഗ്യവശാൽ ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യുവാൻ പറ്റിയില്ല. കാരണം ഞാൻ കാളഹസ്തിയിലേക്കുള്ള യാത്രയിലായിരുന്നു. കാളഹസ്തിയിൽ പോയി പൂജയൊക്കെ ചെയ്തിട്ട് മടങ്ങി വന്നു. അതിഭയങ്കരമായ ചൂട് കാലാവസ്ഥയാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ. സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ചൂടുമൊക്കെ സഹിച്ച്, ആന്ധ്രയിലും ഒക്കെ നല്ല ചൂടാണ്. അതെല്ലാം സഹിച്ച് യാത്ര ചെയ്ത് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് പോയി. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതി അല്ലായിരുന്നു. അത്രമേൽ ചൂടായിരുന്നു. ട്രെയിൻ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഷ്ടം സഹിച്ചാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും പേർക്ക് വേണ്ടി എന്നെ വിശ്വസിച്ച് പൂജയ്ക്കായിട്ട് പണം തന്നിരിക്കുന്നവർക്ക് വേണ്ടി അവിടെ പൂജ പോയി ചെയ്യുക എന്നുള്ളത് എനിക്കൊരു ലാഭ ചിന്താഗതി വെച്ചല്ല ചെയ്യുന്നത്. എനിക്കിതിൽ നിന്ന് യാതൊരു പ്രോഫിറ്റും ഉള്ള കാര്യമല്ല. എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ പോകുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. മഹാദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മഹാദേവൻ മറ്റൊരു വ്യക്തിയെ ഞാൻ മൂലം അനുഗ്രഹിച്ചാൽ അതും എനിക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ മുടങ്ങിപ്പോയത്. പ്രിയപ്പെട്ടവർ അതിൽ ക്ഷമയോടുകൂടി സഹകരിക്കുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നമുക്ക് ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹത്തിന് മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണ്, ധനസ്ഥിതി മെച്ചമാണ്, തൊഴിൽപരമായ നേട്ടമുള്ളൊരു ദിവസമാണ്. ഭാഗ്യക്കേടുകൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഭാഗ്യക്കേടുകളായി മാറിപ്പോകാൻ ഇടയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ പിതാവിന് അനുകൂലമാണെങ്കിൽ പോലും പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരാൻ ഇടയുണ്ട്. അതിൻ്റെ കാരണം പിതാവിന് സ്ത്രീകൾ നിമിത്തമുണ്ടാകുന്ന ശത്രുത മൂലം പിതാവ് കുടുംബത്തിൽ അസ്വസ്ഥനാകുവാനും അതുമൂലം ഈ നാളുകാരുടെ ജീവിതത്തിൽ സ്വസ്ഥതക്കേടും സമാധാനക്കുറവും ഉണ്ടാകുവാനും അല്ലെങ്കിൽ പിതാവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവർക്ക് ആരോഗ്യം മെച്ചമായിരിക്കും. സൽപുത്ര ഭാഗ്യം, പ്രശസ്തി, ആഭരണം അല്ലെങ്കിൽ പുതിയ സ്വർണം ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ദിവസം. ധനസ്ഥിതി മെച്ചമായ ദിവസം. അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നിച്ചിരുന്ന ദിവസമാണ്. കുടുംബസ്ഥിതി അനുകൂലം, ധനപരമായ സ്ഥിതി അനുകൂലം. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത സുഖം. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടുമിക്ക നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് മാതാവിൻ്റെ സ്ഥിതിയും നല്ല അനുകൂലമായ സ്ഥിതിയാണ്
വന്നു ചേരുക. എന്നാൽ പിതാവിനെ സംബന്ധിച്ചോളം പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്, പിതാവിനും ദോഷകരമായ സാഹചര്യത്തിലാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകും. അതുപോലെ തന്നെ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി 4 മിനിറ്റ് വരെ പ്രതികൂലമായ സാഹചര്യമാണ്. മാതാവിൻ്റെ സ്ഥിതിയും ആ സമയം വരെയും പ്രതികൂലമായ സാഹചര്യമാണ്. മാതാവിന് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരാം. എന്നാൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി 4 മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് 1 മണി 4 മിനിറ്റ് മുതൽ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാകാം. ധനപരമായ വിഷയത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായ നേട്ടമുണ്ട്. ചിലർക്കൊക്കെ ഭാഗ്യക്കേടുകൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ സമയം എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്കിലും ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം ഇതിനൊക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാലം പുയ്യം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു വരുന്ന ദിവസമാണ്. അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി 4 മിനിറ്റ് വരെ കർക്കിടകക്കൂറുകാർക്ക് സുഖസ്വസ്ഥ ദേഹന്മയൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. അവരുടെ മാതാവിൻ്റെ സ്ഥിതി ആ സമയം വരെയും അനുകൂലമാണ്. അതിനുശേഷം മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. എന്നാൽ പിതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. കുടുംബത്തിൻ്റെയും ധനപരമായ സ്ഥിതിയും ഒക്കെ മെച്ചമാണ്. തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നാളത്തെ ദിവസം. അങ്ങനെ നേട്ടങ്ങളുടെ ഒരു ദിവസമാണെങ്കിൽ പോലും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി 4 മിനിറ്റ് വരെ മാനസികവും ശാരീരികവുമായ സ്ഥിതി അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകാൻ സാധ്യത കുറവാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷനോ പ്രശ്നങ്ങളോ ഒക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കുടുംബസുഖം, ധനപരമായ നേട്ടം, പിതാവിൻ്റെ സ്ഥിതി അനുകൂലം, മാതാവിൻ്റെ സ്ഥിതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി 4 മിനിറ്റിന് ശേഷം അനുകൂലം. അപ്പം അങ്ങനെയുള്ള നല്ല ഫലങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് സുഖം സ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. കുടുംബത്തിൻ്റെ സ്ഥിതി ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് അവരുടെ മക്കളെ കൊണ്ടും അവരുടെ ദാമ്പത്യ ജീവിത വിഷയങ്ങളെ കൊണ്ടുമൊക്കെ വളരെ ക്ലേശം നിറഞ്ഞൊരു സമയമായിരുന്നു. മെയ് മാസം 1-ാം തീയതി മുതൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ മാറ്റം സംഭവിക്കാൻ പോകുന്നത് മക്കളെന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴത്തിന് അഷ്ടമസ്ഥിതിയായിരുന്നു. അഷ്ടമസ്ഥിതി മാറി ഇനി ഭാഗ്യഭാവത്തിലേക്കാണ് വ്യാഴം കടന്നുവിടുന്നത്. അപ്പോൾ ഈ നാളുകാരുടെ മക്കൾക്ക് ഇനി ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾ, അതായത് ഈ നാളുകാരായിട്ടുള്ളവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ഇനി നല്ല രീതിയിൽ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ജനിച്ച സമയത്ത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതി ഒന്നുമില്ല എങ്കിൽ ഇനിയുള്ള 1 വർഷക്കാലം ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പം ഭാഗ്യഭാവത്തിലാണ്, 9-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്നുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. ജനന സമയത്ത് വ്യാഴം അനിഷ്ടസ്ഥാനസ്ഥിതനോ അഷ്ടമസ്ഥാനസ്ഥിതനോ 6-ാം ഭാവസ്ഥിതനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഭാഗ്യഭാവത്തിൽ നിന്നാലും വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എങ്കിലും ദശാകാലത്തിൻ്റെ ബലമാണോ അതോ ഗ്രഹങ്ങളുടെ ചരവശാലുള്ള ബലമാണോ ഏതാണ് വലുതെങ്കിൽ ഏതിനാണ് ബലം കൂടുതലെങ്കിൽ അപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമാണ്. ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. കുടുംബസ്ഥിതി അനുകൂലമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സമയമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കുക. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 1 വർഷക്കാലം അവർക്ക് പലവിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഏറി വരുന്ന സമയമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ അഷ്ടമഭാവത്തിലേക്ക് രാശിപ്പകർച്ച നടത്തിയിരിക്കുകയാണ്. വ്യാഴം മേടൻ രാശി വിട്ട് ഇടവൻ രാശി എന്ന് പറയുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം അഷ്ടമരാശിയാണ്, 8-ാമത്തെ രാശിയിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലം അഷ്ടമരാശിയിൽ നിന്ന് വ്യാഴം ദ്രോഹം ചെയ്ത് അല്ലെങ്കിൽ കഠിനമായ ദോഷഫലത്തെ കൊടുത്തത് കന്നിക്കൂറുകാർക്കായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം വ്യാഴം അഷ്ടമത്തിൽ വന്നു ചേരുന്നത് തുലാക്കൂറുകാർക്കാണ്. അപ്പോൾ തുലാക്കൂറുകാർക്ക്
ഈ അഷ്ടമത്തിലെ സ്ഥിതി മൂലം പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള സമയമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. അപ്പോൾ ഇപ്പോൾ 5-ാം ഭാവത്തിലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത്. അതായത് ഈ തുലാക്കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ 5-ലെ ഈ ശനിയുടെ നിൽപ്പ് മൂലം ഒട്ടുമിക്ക ആൾക്കാരും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു സമയമാണ്. പലരും ജോലിക്ക് പോകാൻ മടി കാണിക്കുന്നു, ജോലിയില്ലാതെ നിൽക്കുന്നു, വിവാഹം ചെയ്യാൻ താല്പര്യമില്ല, ചിലർ ആരോടും മിണ്ടത്തില്ല, ഭയങ്കര ദേഷ്യമാണ്, മാനസികമായ ഒരു രോഗം പോലെ ചിലർ ഏകാന്തവാസം അനുഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി ഈ 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ദോഷം അനുഭവിക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടതയെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്രകാരം കഷ്ടതകൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. എന്നാൽ വിദേശ രാജ്യത്തുള്ളവർക്ക് അവർക്ക് നാട്ടിലേക്ക് വരുവാനും അതുപോലെ തന്നെ ഇവിടെയുള്ളവർ വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനും ഒക്കെ അനുകൂലമായൊരു സാഹചര്യവും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമല്ല. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടി പോകുന്ന സമയമല്ല. തൊഴിൽപരമായി വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല. അങ്ങനെ പല വിധത്തിലുള്ള പരിമിതികളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം ധനസ്ഥിതി അനുകൂലമാണ്, കുടുംബത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം ജീവിതത്തിലൊരു മാറ്റം വരാൻ പോകുന്നൊരു സമയമാണ്. മെയ് മാസം 1 മുതൽ വ്യാഴം അവർക്ക് 6-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം അവർക്ക് ഒരുപാട് കഷ്ടതയെ കൊടുത്തു. ധനപരമായ ബുദ്ധിമുട്ടും ക്ലേശവും പ്രതികൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഒരു കാര്യം പോലും നേടിയെടുക്കാൻ പറ്റാതെ, എത്ര കഷ്ടപ്പെട്ടിട്ടും ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റാതെ ആകെ കലങ്ങി മറിഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോയിരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഇനിയിപ്പോൾ മാറ്റത്തിൻ്റെ ഒരു വർഷക്കാലമാണ് കടന്നു വരുന്നത്. അപ്പോൾ അവരുടെ ജനിച്ച സമയത്ത് വ്യാഴം അനുകൂല സ്ഥാനസ്ഥിതനാണെങ്കിൽ ഈ വരുന്ന ഒരു വർഷക്കാലം ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരും. സാധിക്കാതെ പോയ കാര്യങ്ങളെല്ലാം അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ്. കുടുംബസുഖം, ധനസ്ഥിതി, മക്കളുടെ സ്ഥിതിയൊക്കെ അനുകൂലമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകും എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയമൊക്കെ ബുദ്ധിപൂർവ്വം കണ്ട് മനസ്സിലാക്കിയെടുത്ത് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ശ്രമിക്കണം. കഴിഞ്ഞ കുറേ നാളുകളായി പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റാത്തവർ വിഷമിക്കാതെ ഇപ്പോൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന അനുകൂലമായ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ ഏറെ അനുകൂലമാണ്. എന്നാൽ വീട്, വസ്തു, വാഹനം സംബന്ധിച്ചുള്ള പലവിധമായ പ്രശ്നങ്ങളിലേക്ക് ഇവർ ഇനി എത്തപ്പെടുകയാണ്. കടബാധ്യതകൾ വർദ്ധിക്കാം, അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ നഷ്ടപ്പെടുകയോ കേടുപാട് സംഭവിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ പലവിധമായ പ്രതിസന്ധികൾ ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇത്രയും നാൾ വ്യാഴം ഇവരുടെ 5-ാം ഭാവത്തിൽ, കാര്യഭാവത്തിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ വ്യാഴം 6-ാം ഭാവത്തിലേക്കാണ് കടന്നു വരുന്നത്. രോഗം, ദുരിതം, കഷ്ടത, പ്രയാസങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ആവട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് തിരുവോണം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ചോളം മറ്റൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ അവരുടെ 2-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് പ്രകാരം ചന്ദ്രൻ്റെ 2-ൽ ശനി എന്ന ഗ്രഹം നിന്നാൽ 5 ഗ്രഹങ്ങളിൽപ്പെട്ട പഞ്ചമഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ ആ ശനി 2-ാം ഭാവത്തിൽ നിന്നാൽ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 2-ൽ ഈ ശനി നിന്ന് കഴിഞ്ഞാൽ സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:04 വരെ അവരുടെ ജീവിതത്തിൽ രാജകീയമായ സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്ന വിധത്തിലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അവർക്ക് സുഖ, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി, ധനസ്ഥിതി എല്ലാം അനുകൂലമാണ്. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇനി ഇപ്പോൾ മുമ്പോട്ട് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ആവട്ടം 2 പാദം നാളുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റിയ അനുകൂലമായ സമയമാണ്. അപ്പോൾ
ജനിച്ച സമയത്ത് വ്യാഴം എന്ന ഗ്രഹം അനുകൂല സ്ഥാനസ്ഥിതനാണെങ്കിൽ ഇവർക്കൊക്കെ ഇനി മുമ്പോട്ട് ഒരു വർഷക്കാലം നല്ല നേട്ടങ്ങൾ കൊയ്തെടുക്കാവുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ശത്രുതയും വെല്ലുവിളികളെയൊക്കെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യവും ആ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ഇനിയും അവരുടെ ജീവിതത്തിൽ നല്ല ഒരു സമയമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയൻ പുരുട്ടാതി മുക്കാൽ എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല, ധനപരമായ സ്ഥിതിയും അത്ര മെച്ചമായിരിക്കണമെന്നില്ല. എങ്കിലും വീട്, വസ്തു, വാഹനം, ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസം വന്നില്ലെങ്കിൽ പോലും ഇനിയുള്ള മുമ്പോട്ടുള്ള ഒരു വർഷക്കാലം പല വിധത്തിലുള്ള നേട്ടങ്ങൾ, സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സ്ത്രീ മുഖേനയുള്ള പലവിധമായ നേട്ടങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള മനസ്സിലാക്കുക. അവർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം മാതാവിൻ്റെ സ്ഥിതി അല്പം പ്രതികൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. പിതാവ് മുഖേനയുള്ള എല്ലാവിധമായ സഹകരണങ്ങളും സപ്പോർട്ടുകളും പിന്തുണയൊക്കെ ലഭിക്കുന്നൊരു സമയമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇനിയും മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാലുത്തൃത്താർ രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേതൻ മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനപരമായ സ്ഥിതിയൊന്നും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടി പോവുകയില്ല. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വന്നു ചേരാം. അതുപോലെ തന്നെ നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വ്യാഴം 3-ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. രാശിപ്പാർച്ച നടത്തിയിരിക്കുന്നത്. അലസത, കാര്യപ്രാപ്തി കുറവ് എന്നിവയൊക്കെ അനുഭവപ്പെടാം. ജോലിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് തികയാത്ത ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 12-ൽ നിൽക്കുന്ന ശനി രോഗം, ദുഃഖം, ദുരിതം അങ്ങനെ അനാവശ്യമായ ചെലവുകൾ കൊടുത്ത് ജോലിയിൽ നിന്ന് കിട്ടുന്ന ധനം അല്ലെങ്കിൽ വരുമാനം ഇവർക്ക് തികയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്രയും നാൾ ഇവർക്ക് വ്യാഴം 2-ലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഏത് പ്രതികൂലം വന്നാലും ഇവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ധനശേഷി ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇനി മാറുകയാണ്. അപ്പോൾ ഈ നാളുകാർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും അവിടെ ആ വരുമാനം കൊണ്ട് അവർക്ക് തികയാത്തൊരവസ്ഥ വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും വലിയ മെച്ചമല്ല എന്നുള്ളതാണ് നമ്മളവിടെ അറിഞ്ഞിരിക്കേണ്ടത്. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം അവർക്ക് അനുകൂലമാണ്, ചിലർക്ക് പ്രതികൂലവുമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല, തൃപ്തികരമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ യാത്രയിലുള്ള ക്ഷീണം മൂലം ഈ വീഡിയോയ്ക്ക് ഒരു നല്ലൊരു എനർജി ഇല്ല. എൻ്റെ ശാരീരികമായ ക്ഷീണം കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. അടുത്ത ദിവസത്തെ വീഡിയോ മുതൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ യാത്രയിലൊക്കെ ആയിരുന്നുകൊണ്ട് പലവിധമായ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി. അതുപ്രകാരം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്നും അത്ര എഫക്റ്റീവായില്ല. തെറ്റുകുറ്റങ്ങളും കുറവശങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചതിന് നന്ദി. അപ്പോൾ ഇനിയിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാം. പ്രിയപ്പെട്ടവരുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാദേവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്രകാരം മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കും. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.